കുവൈറ്റിൽ മലയാളി കപ്പിൾസ് മരിച്ചതിനെ തുടർന്ന് ഭയങ്കരമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൻസി എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീക്ക് കാമുകനുണ്ടായിരുന്നു. അത് അറിഞ്ഞതിന് ശേഷമാണ് സൂരജ് ഉണ്ടെങ്കിൽ ബിൻസിയെ കൊലപ്പെടുത്തിയിട്ട് സ്വയമായിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആൾക്കാരതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവരെ കുവൈറ്റ് പോലീസ് ഇതൊന്നും സ്ഥിരീകരിച്ചോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ തന്നെ പുറത്തു വിടുന്നതായിരിക്കും. അല്ലാതെ കാമുകനുള്ള കാര്യം അതൊന്നും ഇതുവരെ പ്രൂവ് ആയിട്ടില്ല. ബട്ട് അതിനെ ചൊല്ലി കുറേയധികം വോയിസ് ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ വോയിസ് ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ യഥാർത്ഥത്തിൽ ഇതുവരെ ഒന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കാത്തവരെ ഇങ്ങനത്തെ പറഞ്ഞ് നടക്കുന്ന എല്ലാം ഫേക്കായിട്ടുള്ള ന്യൂസാണ്. അങ്ങനെ വരുന്ന ഫേക്കായിട്ടുള്ള ന്യൂസൊന്നും ആരും വിശ്വസിക്കാതിരിക്കും. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. കുവൈറ്റ് പോലീസാണെങ്കിൽ അവരുടെ മരണത്തെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ അവർ തന്നെ തെളിവും കാര്യങ്ങളും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും. അല്ലാതെ കാമുകരുണ്ടെന്നോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അത് ഫേക്കായിട്ടുള്ള കാര്യമാണോ അതിൽ ഒരു റിയാലിറ്റിയും ഇല്ല. അതെല്ലാവരും മനസ്സിലാക്കുക.